ഹായ് ഫ്രണ്ട്സ്, ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 വീഡിയോകളിലായി നമ്മൾ വെൽഡിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് വീഡിയോ ചെയ്തിരുന്നത്. അവ ഓരോന്നും തന്നെ ഒരു പ്രൊഫഷണൽ വെൽഡർക്കും അതുപോലെ തന്നെ വെൽഡിംഗ് ഇൻസ്പെക്ടർക്കും ഒക്കെ അവരുടെ ഇൻ്റർവ്യൂകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് വെൽഡിംഗ് സിമ്പൽ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്, ആ വെൽഡിംഗ് ചെയ്യുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവ തിരിച്ചറിയുക, അവയുടെ പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെ നൽകുന്ന ഇൻഫർമേഷനാണ് വെൽഡിംഗ് സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ വെൽഡ് സിമ്പൽ എന്ന് പറയുന്നത് വെൽഡിംഗ് സിമ്പലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വെൽഡ് സിമ്പലുകളെ കുറിച്ച് നമ്മൾ വെൽഡിംഗ് പൊസിഷനെ കുറിച്ച് പറഞ്ഞിരുന്ന സമയത്ത് ആ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബട്ട് വെൽഡാണ്. ഗ്രൂവ് ഉണ്ടാക്കി ആ ഗ്രൂവിൽ വെൽഡ് ചെയ്യുന്നു. രണ്ടാമത് കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഫില്ലറ്റ് വെൽഡാണ്. നമുക്കറിയാം അവിടെ 2 ജോബുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള 90 ഡിഗ്രി ആംഗിളിൽ അവിടെ വെൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഈ ഇമേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വെൽഡിംഗ് സിമ്പലാണ്. ഈ വെൽഡിംഗ് സിമ്പലിൻ്റെ വിവിധ ഭാഗങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവിടെ കാണുന്ന ഹൊറിസോണ്ടലായി കാണുന്ന ലൈനിന് സാധാരണ നമ്മൾ പറയുന്നത് റഫറൻസ് ലൈൻ എന്നാണ്. ഈ റഫറൻസ് ലൈനിൻ്റെ മുകളിലും താഴെയുമായിട്ട് പല കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെൽഡ് സിമ്പൽ. നമ്മൾ ഏത് തരത്തിലുള്ള വെൽഡിംഗ് ആണ്, മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ബട്ട് വെൽഡാണോ അല്ലെങ്കിൽ ഫില്ലറ്റ് വെൽഡാണോ അല്ലെങ്കിൽ അത് തന്നെ ഏത് ടൈപ്പിലാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗമാണ് ആ ഭാഗത്ത് കാണുന്നത്. അവിടെ ആരോ കാണിച്ചിട്ടുണ്ട് ഫില്ലറ്റ് വെൽഡ് സിമ്പൽ. ഒരു ഫില്ലറ്റ് വെൽഡിൻ്റെ സിമ്പലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ടത് റഫറൻസ് ലൈനാണ്. റഫറൻസ് ലൈനിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലേക്കും പോകാം. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ആരോ കാണാൻ കഴിയുന്നുണ്ട്. ആരോ ലൈൻ അവിടെ എഴുതിയിട്ടുണ്ട്. ആരോ ലൈൻ ഡൗണിലേക്ക് പോകുന്ന ഒരു ആരോ ലൈൻ. ഈ ആരോ ലൈൻ സാധാരണ സൂചിപ്പിക്കുന്നത് എവിടെയാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായ സൂചന നൽകുന്നതാണ് ആരോ ലൈൻ, ആരോ ഹെഡ്. അപ്പോൾ ആരോ ഇൻഡിക്കേറ്റ്സ് നമ്മുടെ എവിടെയാണ് വെൽഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇനി അത് കൂടാതെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ അവിടെ ഒരു ടെയിലാണ് കാണുക. അതിവിടെ എഴുതിയിട്ടുണ്ട്, ടെയിൽ എന്ന് പറയുന്ന ഭാഗം. അവിടെ നോട്ട്സ്, പ്രധാനപ്പെട്ട എന്തെങ്കിലും വെൽഡിങ്ങിലെ ഇൻഫർമേഷനുകളൊക്കെ നോട്ട്സ് ആയിട്ടൊക്കെ അവിടെയാണ് എഴുതി വെക്കാറുള്ളത്. ഇനി ഇത് കൂടാതെ മറ്റൊന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഫ്ലാഗ് കാണാൻ കഴിയുന്നുണ്ട്. അത് ഫീൽഡ് വെൽഡ് ജോയിന്റിനെ സൂചിപ്പിക്കുന്നത്. ചില വെൽഡിങ്ങുകൾ നമ്മൾ ഫാബ്രിക്കേഷൻ ഷോപ്പിലല്ല, ഫീൽഡിലാണ് ആ വെൽഡിങ് ചെയ്യാറുള്ളത്. അതിനെ മനസ്സിലാക്കാനാണ് ആ ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് കൂടാതെ അവിടെ ഒരു സർക്കിൾ കാണാം. ഈ സർക്കിൾ സൂചിപ്പിക്കുന്നത് നമ്മൾ എവിടെയാണോ വെൽഡിങ് ചെയ്യുന്നത് ആ വെൽഡിങ് അത് ഓൾ അറൗണ്ട് എന്ന ഒരു രീതിയിലാണ് അത് പറയുക. ആ വെൽഡ് അതിന് ചുറ്റും വെൽഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് ആ ഫില്ലറ്റ് വെൽഡിലേക്ക് വരുമ്പോൾ അവിടെ 8 mm സൈസ് ഓഫ് ദി വെൽഡ്, വെൽഡിങ്ങിൻ്റെ സൈസ്, പിന്നെ 200 mm അതിൻ്റെ വെൽഡിങ് ലെങ്ത്, എത്ര ലെങ്തിൽ ആ ഫില്ലറ്റ് വെൽഡ് ചെയ്യണം, അങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുകളാണ് നമുക്ക് ഒരു വെൽഡിംഗ് സിമ്പലിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് കൂടാതെ സപ്ലിമെൻ്ററി സിമ്പലുകളും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ, ഡിമെൻഷൻസ്, അതിൻ്റെ ആംഗിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന വളരെ വിശദമായി നമുക്ക് വെൽഡിങ്ങിനെ, ആ പർട്ടിക്കുലർ വെൽഡിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്ന ഒന്നാണ് വെൽഡിംഗ് സിമ്പൽ. ഇവിടെ കാണുന്ന ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇമേജാണ്. ഇതിലെ ഫസ്റ്റ് വൺ നമ്മൾ ശ്രദ്ധിച്ചാൽ സിമ്പൽസ് റൈറ്റ് എന്നാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ അത് വെൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ നമ്മൾ നോക്കിയാൽ കാണാം ഒരു ടീ ജോയിൻ്റ് ആണ്. അവിടെ ഒരു വെൽഡിംഗ് സിമ്പൽ ഉണ്ട്. ആ വെൽഡിംഗ് സിമ്പലിൽ ഒരു ആരോ ഹെഡ് ഉണ്ട്, ഒരു റഫറൻസ് ലൈൻ ഉണ്ട്. റഫറൻസ് ലൈനിൻ്റെ താഴെ ഭാഗത്ത് ആണ് ഒരു ഫില്ലറ്റ് വെൽഡിൻ്റെ സിമ്പൽ ഉള്ളത്. അപ്പോൾ അത് വെൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആരോ എവിടെയാണോ ഇൻഡിക്കേറ്റ് ചെയ്തത് അവിടെ തന്നെയാണ് ഫില്ലറ്റ് വെൽഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേതിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും
സിമ്പലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ടി ജോയിൻറ്റിൻ്റെ ആരോ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മുകളിൽ, അതായത് റെഫറൻസ് ലൈനിന് മുകളിലായിട്ടാണ് നമുക്ക് ഫില്ലറ്റ് വെൽഡ് സിമ്പൽ കാണാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ വെൽഡ് ജോയിൻറ്റ് എങ്ങനെയാണെന്ന് റൈറ്റ് സൈഡിൽ കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ആരോ സൈഡിലല്ല, അതിൻ്റെ അതർ സൈഡിലാണ് വെൽഡ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തേത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം റെഫറൻസ് ലൈനിൻ്റെ മുകളിലും താഴെയും നമുക്ക് ഫില്ലറ്റ് വെൽഡിൻ്റെ സിമ്പൽ കാണാം. അപ്പോൾ അത് നമ്മുടെ വെൽഡിങ്ങിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബോത്ത് സൈഡ്, ആരോ സൈഡിലും അതർ സൈഡിലും നമുക്ക് ഫില്ലറ്റ് വെൽഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിൻ്റെ താഴെ നാലാമത് കൊടുത്തിരിക്കുന്ന ഒരു ക്രോസ് ആയിട്ടാണ്, അതിൻ്റെ മുകളിലും താഴെയും സിമ്പലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ 4 കോർണറിലും നമുക്ക് വെൽഡ് ചെയ്യേണ്ടതുണ്ട്, 4 ആംഗിളിലും മൂലയിലും വെൽഡ് ചെയ്യേണ്ടതുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ബെവൽ ഗ്രൂ ആണ്. ഈ ബെവൽ ഗ്രൂവിൽ സാധാരണ എങ്ങനെയാണ് 3 ഇമേജുകളാണ്, നമുക്ക് 3 എണ്ണമാണ് കാണാൻ സാധിക്കുക. ആ 3ലും നമുക്ക് സിമ്പിളുകൾ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തേതിൽ താഴെ തന്നെ ആരോ സൈഡിലാണ് വെൽഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ എഫക്റ്റീവ് ത്രോട്ട് 38 ഡിഗ്രി ആണെന്നും അതിൻ്റെ പെനിട്രേഷൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ഒപ്പം റൂട്ട് ഗ്യാപ്പും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേതിലാണെങ്കിൽ നമുക്ക് റൂട്ട് ഗ്യാപ്പ് അവിടെ ലാൻഡ് കാണുന്നില്ല, റൂട്ട് ഫേസ്. അതിൻ്റെ എഫക്റ്റീവ് ത്രോട്ട് കംപ്ലീറ്റ് പെനിട്രേഷനായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തേതിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, 25 ഡിഗ്രിയാണ്, പക്ഷേ എഫക്റ്റീവ് ത്രോട്ട് 38 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് അതിൻ്റെ ഡെപ്ത്ത്, ബെവലിൻ്റെ ഡെപ്ത്ത് ഏതാണ്ട് പകുതി ഭാഗം കൊണ്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലൊക്കെ നമുക്ക് സിമ്പലുകളിലൂടെ ഈ വെൽഡ് ജോയിൻറ്റുകളെ മനസ്സിലാക്കാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. കൂടാതെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഒപ്പം ഞങ്ങളുടെ പുതുപുത്തൻ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.